Alhamdulillah, nahmaduhu wa nasta'inuhu wa nasta'afir wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوان والأخوات، أوصيكم إياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ സന്തോഷ സന്താപങ്ങൾ നിറഞ്ഞു കളിയാടുന്ന അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ആളുകളാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വിഭാഗം ആളുകൾ ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിയും നേതാക്കളും തിരഞ്ഞെടുക്കപ്പെടുകയും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തുകൊണ്ട് അവരുടെ സന്തോഷങ്ങൾ പരസ്പരം മറ്റുള്ളവരുമായി പങ്കുവെക്കുകയും ചെയ്തത് നമ്മൾ ഓരോരുത്തരും കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട വിശ്വാസികളെ, ഇക്കഴിഞ്ഞ ദിവസമാണ് ഇടിമിന്നലേറ്റ് 18, 19, 20, 21 വയസ്സുള്ള 4 പൊന്നുമക്കൾ അള്ളാഹുവിൻ്റെ കളയുടെ ഭാഗമായി ഇഹലോകവാസം വെടിഞ്ഞത്. അവിടേക്ക് കയറിയിരിക്കുമ്പോൾ അവർ കാണുന്ന അലങ്കൃതമായ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കുമ്പോൾ അവരൊരിക്കലും വിചാരിച്ചിരുന്നില്ല ഇത് ഞങ്ങളുടെ അവസാനത്തെ ഇരുത്തമാണ്, ഇത് ഞങ്ങളുടെ അവസാനത്തെ മനോഹരമായ കാഴ്ചകളാണ്, ഇനി അനന്തമായി നീണ്ടു നിൽക്കുന്ന ഒരു അവസാനത്തെ ജീവിതയാത്രക്കുള്ള ഒരുക്കത്തിലാണ് ഞങ്ങളെന്ന് ആ 4 പേരും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പ്രിയപ്പെട്ട വിശ്വാസികളെ, നമുക്ക് അല്ലാഹു നൽകിയ ആയുസ്സും ആരോഗ്യവുമൊക്കെ വളരെ പരിമിതമാണ്. അപ്പോൾ നമുക്ക് അല്ലാഹു നൽകിയിട്ടുള്ള ഈ സൗഭാഗ്യങ്ങളും സൗകര്യങ്ങളുമെല്ലാം വളരെ പരിമിതമാണ്. ഈ പരിമിതമായി ലഭിച്ചിട്ടുള്ള ഈ സാഹചര്യങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്നെന്നും ആനന്ദം നൽകുന്ന, കണ്ണിന് കുളിർമ നൽകുന്ന, മനസ്സിന് സന്തോഷമേകാൻ കഴിയുന്ന പ്രവിശാലമായിട്ടുള്ള സ്വർഗീയ അനുഭൂതികളിലേക്ക് പ്രവേശിക്കാൻ കാരണമാകുന്ന അമലുകൾ നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ അവസരങ്ങളെ പ്രയോജനപ്പെടുത്തുന്നവരാണോ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും? അങ്ങനെ നമ്മൾ പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നന്മകൾ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനുള്ള ഏറ്റവും നല്ല ഒരു സുവർണാവസരമാണ്
അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ആയുസ്സിനിടക്ക് ഇനി ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്ന ദുൽഹിജ്ജ മാസം എന്ന് പറയുന്നത്, ആ ദുൽഹിജ്ജ മാസത്തിൽ തന്നെ 1 മുതൽ 10 വരെയുള്ള ഏറ്റവും അമൂല്യത കൽപ്പിക്കുന്ന, ശ്രേഷ്ഠത കൽപ്പിക്കപ്പെട്ടിട്ടുള്ള ദിനങ്ങളാണ് എന്ന് പരിശുദ്ധ ഇസ്ലാം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ 22-ാം അധ്യായം സൂറത്ത് ഹജ്ജിലൂടെ പഠിപ്പിക്കുന്നത് വയദ്കുറു ഇസ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്ത്, അറിയപ്പെട്ട ദിവസങ്ങളിൽ അവർ അള്ളാഹുവിൻ്റെ നാമം സ്മരിക്കാൻ വേണ്ടി എന്നാണ്. ഈ ഒരു അയ്യാമുൽ മഅലൂമാത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അൽ അയ്യാമുൽ മഅലൂമാത്തി അയ്യാമുൽ അശ്രി ഫി ദുൽഹിജ്ജ, അത് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ് എന്ന്. അള്ളാഹു അത്രത്തോളം പവിത്രമായി തിരഞ്ഞെടുത്തിട്ടുള്ള ഈ 10 ദിനങ്ങളിൽ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മുടെ അനന്തവിശാലമായ സ്വർഗീയ പ്രവേശനം സാധ്യമാക്കാൻ കഴിയുന്ന എത്രത്തോളം അമലുകൾ ജീവിതത്തിൽ നേടാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് നമ്മൾ ഓരോരുത്തരും ഗഹനമായി ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പഠിപ്പിക്കുന്നത്, അഫ്ളലു അയ്യാമിദ് ദുനിയ, ഈ ദുന്യവിയായ ജീവിതത്തിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ദിവസങ്ങളിൽ ഏറ്റവും അഫ്ളലായ ശ്രേഷ്ഠമായ ദിവസങ്ങൾ എന്ന് പറയുന്നത് അയ്യാമുൽ അശ്രി ദുൽഹിജ്ജ എന്ന ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണെന്ന് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്, മാഹിയ ഫളാഇലു ഹാദിഹിൽ അയ്യാം, ഈ ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസങ്ങളുടെ ശ്രേഷ്ഠത എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത് വൽ ഫജ്ർ വലയാലിൻ അശ്ർ, പ്രഭാതം തന്നെയാണ് സത്യം, 10 രാത്രികൾ തന്നെയാണ് സത്യം. ഈ ഒരു ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ മുഫസ്സിർ മഹാനായ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുകയാണ്, അൽ മുറാദു ബിഹാ അശ്റു ദുൽഹിജ്ജ, ഈ അയ്യാമുൽ അശ്ർ എന്ന് പറയുന്നത് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നതെന്നാണ് പരിശുദ്ധ ഇസ്ലാം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളുടെ ഫളലുകളെ കുറിച്ച് പഠിപ്പിച്ച കൂട്ടത്തിൽ മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നത്, ഇന്ന അയ്യാമി അശ്ർ ദുൽഹിജ്ജ അഫ്ളലു മിൻ അയ്യാമിൽ അശ്റിൽ അവാഖിർ മിൻ റമളാൻ, പരിശുദ്ധ റമളാനിന്റെ അവസാനത്തെ 10 പകലുകളേക്കാൾ ശ്രേഷ്ഠം ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളുടെ പകലുകൾക്കാണ്. രാത്രികളുടെ കൂട്ടത്തിൽ പരിശുദ്ധ റമളാനിന്റെ അവസാനത്തെ 10 രാത്രികൾക്കാണ് ഏറ്റവും ശ്രേഷ്ഠം. അതുകൊണ്ടാണ് മഹാനായ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയാണ്, ഇന്നഹു അഫ്ളലു അയ്യാമിസ് സന കമാ നതഖ ബിഹിൽ ഹദീസ് ബഫളലുഹു കസീറൻ അലാ അശ്ർ റമളാനൽ അഖീർ, തീർച്ചയായും ഹദീസുകളിൽ വന്നതുപോലെ ഈ പരിശുദ്ധ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ എന്ന് പറയുന്നത് ഒരു വർഷത്തിലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ 10 ദിവസങ്ങളാണ് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ എന്ന് പറയുന്നത്. അത്രയും പവിത്രമാക്കപ്പെട്ട ശ്രേഷ്ഠമായി അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തിട്ടുള്ള, നമ്മിലേക്ക് നിശ്ചയിച്ചിട്ടുള്ള ഈ ദുൽഹിജ്ജിന്റെ 10 ദിവസങ്ങളെ എങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്? അതുകൊണ്ടാണ് മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, കാന യുഖാലു ഫി അയ്യാമിൽ അശ്രി ബികുല്ലി യൗമിൻ അൽഫ യൗം, ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ ഓരോ ദിവസവും 1000 ദിവസങ്ങൾ പോലെയാണ്. ആ ദിവസങ്ങളിൽ നിങ്ങൾ നന്മ ചെയ്താൽ, ചെയ്യുന്നത് ഒരു ദിവസത്തെ നന്മയാണെങ്കിലും അത് 1000 ദിവസത്തെ നന്മകൾക്ക് തുല്യമാണ് എന്ന് പരിശുദ്ധ ഇസ്ലാം പ്രിയപ്പെട്ടവരെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എത്ര ശ്രേഷ്ഠമാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ ആ പരിശുദ്ധമാക്കപ്പെട്ട ദുൽഹിജ്ജിൻ്റെ ആദ്യത്തെ പുണ്യകരമായ ദിനങ്ങൾ നമ്മളിലേക്ക് വരാൻ കാത്തിരിക്കുകയാണ്.
ആ പുണ്യദിനങ്ങളെ പരമാവധി അമൽ സ്വാലിഹാത്തുകൾ കൊണ്ട്, ദിക്ർ, ദുആ, സ്വലാത്തുകൾ കൊണ്ട്, സ്വതക്കാത്തുകൾ കൊണ്ട് പവിത്രമാക്കാൻ വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അതുകൊണ്ടാണ് മഹാനായ ഇമാം ഔസാഇ റഹ്മഹുള്ള പറയാണ്, പകലിൽ നോമ്പനുഷ്ഠിച്ചുകൊണ്ടും രാത്രികാലങ്ങളിൽ കാവലിരുന്നു കൊണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവന് തുല്യമാണ് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം. അതുപോലെ തന്നെ ആ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ നിർവഹിക്കപ്പെടുന്ന സുന്നത്ത് നമസ്കാരങ്ങളെക്കുറിച്ച് മഹാനായ മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമിൻ റഹിമഹുള്ള പറയാണ്, റകഅത്താനി ഫി അശ്രി ദിൽഹിജ്ജ അഫ്ളലു മിൻ റകഅത്തൈനി ഫിൽ അശ്രിൽ അവാഖിർ റമളാൻ. ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 നിസ്കരിക്കുന്ന 2 റകഅത്ത് നിസ്കാരത്തിന് റമളാനിൽ നിസ്കരിക്കുന്ന 2 റകഅത്ത് നിസ്കാരത്തിനേക്കാളും ശ്രേഷ്ഠമാണ് എന്ന. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ 4 കുട്ടികളെ അവിചാരിതമായി അള്ളാഹു തിരിച്ചെടുത്തതുപോലെ നമ്മുടെ ആയുസ്സിനെയും അള്ളാഹു തിരിച്ചെടുക്കുമോ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ആ പരിശുദ്ധമാക്കപ്പെട്ട ദുൽഹിജ്ജിൻ്റെ ആദ്യത്തെ 10 ദിനങ്ങളെ വരവേൽക്കാൻ, അതിൽ കഴിവിൻ്റെ പരമാവധി അമലുകൾ പ്രവർത്തിക്കാൻ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും തയ്യാറെടുപ്പുകൾ നടത്തണമെന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് ആ സഹോദരങ്ങൾ, മഹാനായ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് പറയാണ്, സഹോദരങ്ങളെ, വല്ലദീ യുൽഹറു അന്ന സബബു ഫി ഇംതിആസി അശ്ർ ദിൽഹജ്ജ ലിമകാനി ഇജ്തിമാഇ ഉമ്മഹാത്തിൽ ഇബാദത്തി ഫീഹി ഫഹിയ الصلاة والصيام والصدقة والحج ولا يتعلى ذلك في غيره. ദുൽഹിജ്ജ മാസത്തിലാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിർവഹിക്കപ്പെടേണ്ട സ്വലാത്ത് കടന്നു പോകുന്നുണ്ട്. അല്ലാത്ത സമയത്തിൽ ഉണ്ട്, പക്ഷെ ദുൽഹിജ്ജ മാസത്തിൽ സ്വലാത്തുണ്ട്, അതുപോലെ തന്നെ നോമ്പുണ്ട്, അതുപോലെ തന്നെ സ്വതക്കകളുണ്ട്, അതുപോലെ തന്നെ മറ്റു മാസങ്ങളില്ലാത്ത ഹജ്ജ് കർമ്മം ഈ ഒരു ദുൽഹിജ്ജ മാസത്തിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ എല്ലാവിധ അമലുകളും ചേർന്ന് വരുന്ന ഒരു മാസം എന്ന നിലക്ക്, ദിവസങ്ങൾ എന്ന നിലക്ക് അതിനെ പുണ്യമായി കാണാനും കഴിവിൻ്റെ പരമാവധി അമലുകൾ പ്രവർത്തിക്കാനും വിശ്വാസികൾ എന്ന നിലക്ക് നിങ്ങൾക്ക് സാധിക്കണമെന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല മൽ അമലു ഫി അയ്യാമിൽ അശ്രി അഫ്ളല മിനൽ അമലി ഫി ഹാദിഹി ഖാലൂ വലൽ ജിഹാദു ഖാല വലൽ ജിഹാദ്. എത്ര മനോഹരമായിട്ടാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുൽഹിജ്ജ മാസത്തിൻ്റെ ആദ്യത്തെ 10 ദിനങ്ങളെ നന്മയായി പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഈ 10 ദിവസങ്ങൾ നിർവഹിക്കപ്പെടുന്ന സൽക്കർമ്മങ്ങളെക്കാൾ ഫളിലായി, ശ്രേഷ്ഠമായി, പുണ്യമായി മറ്റൊരു ദിവസത്തെയും സൽക്കർമ്മങ്ങളില്ല എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. അങ്ങനെ പഠിപ്പിക്കപ്പെട്ടപ്പോൾ സ്വഹാബാക്കറാമുകൾ പ്രവാചകനോട് ചോദിക്കുകയാണ്, അള്ളാഹുവിൻ്റെ റസൂലേ, വലൽ ജിഹാദ് ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദുമില്ലേ? ആ ഒരു സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജിഹാദുമില്ല. എങ്ങനെയല്ലാതെ? ഇല്ലാ റജുലുൻ ഖറജ യുഖാതിറു ബിനഫ്സിഹി വമാലിഹി, ഒരാൾ അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ ശരീരവും സമ്പത്തുമായി അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നു. എന്നിട്ട് അവൻ അതിൽ നിന്നും തിരിച്ചു വരുന്നില്ല എങ്കിൽ ആ യുദ്ധക്കളത്തിൽ വെച്ച്, ഫീ സബീലില്ലയിൽ വെച്ച് അവൻ മരണപ്പെടുകയാണെങ്കിൽ ഈ പറയപ്പെട്ട പ്രതിഫലം അവന് കിട്ടും. അതല്ല, അവൻ ജീവനോടെ തിരിച്ചു വരികയാണെങ്കിൽ പരിശുദ്ധ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങൾക്കുള്ള പ്രതിഫലമാണ് ആ മനുഷ്യന് ലഭിക്കുന്ന പ്രതിഫലത്തെക്കാൾ പുണ്യമെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ട വിശ്വാസികളെ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പുണ്യം നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റുവാങ്ങാൻ നമുക്ക് കഴിയേണ്ട സഹോദരങ്ങളെ. അതുകൊണ്ടാണ് സലഫു സ്വാലിഹീങ്ങൾ വകാന സഈദ് ഇബ്നു ജുബൈർ ഇദാ ദഖല അയ്യാമുൽ അശ്രി, സഈദ് ഇബ്നു ജുബൈർ അദ്ദേഹം ഈ ഒരു പരിശുദ്ധ ദുൽഹിജ്ജിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ ഒരു നിലക്കും തന്നെ കൊണ്ട് അമലുകൾ പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന് തോന്നുമാറ്
അമലു സ്വാലിഹാത്തുകൾ, ദിക്ർ, ദുആ, സ്വലാത്തുകൾ, സ്വദഖാത്തുകൾ ധാരാളമായി അദ്ദേഹം നിർവഹിക്കുമായിരുന്നു എന്ന് പരിശുദ്ധ ഇസ്ലാം പ്രിയപ്പെട്ടവരെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അത്രയും ശ്രേഷ്ഠമായ ദിവസങ്ങളാണ്. ആ ശ്രേഷ്ഠമാക്കപ്പെട്ട ദിവസങ്ങളിൽ സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചുകൂടെ? തീർച്ചയായും. പുണ്യങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഫضലുള്ളത് നോമ്പ് തന്നെയാണല്ലോ. അതുകൊണ്ട് ആ നോമ്പ് അനുഷ്ഠിച്ചുകൂടെ? തീർച്ചയായും സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഇബ്നു സിരീൻ, അബൂ ഖതാദ, മുജാഹിദ് തുടങ്ങിയ സലഫ് സ്വാലിഹീങ്ങൾ ദുൽഹിജ്ജ 1 മുതൽ 9 വരെയിൽ, അതായത് അറഫ നോമ്പ് വരെയുള്ള ദിവസങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കുന്നത് പുണ്യകരമാണെന്ന് പഠിപ്പിച്ച ആളുകളാണ്. അതുകൊണ്ടാണ് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ ചിലർ ഇപ്രകാരം പഠിപ്പിക്കുകയാണ്. കാലത്ത് അവർ പറഞ്ഞു, കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യസൂമു തിസ്അ ദിൽഹിജ്ജ. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 9 ദിവസങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കാറുണ്ടായിരുന്നു എന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ശാരീരികമായി പ്രയാസങ്ങളും ദുർബലതകളും ഇല്ലാത്തവരാണെങ്കിൽ, അള്ളാഹു നല്ലൊരു ആഫിയത്തുള്ള ഒരു ജീവിതം നൽകിയിട്ടുണ്ടെങ്കിൽ, അത്തരത്തിലുള്ള ആളുകളോട് ഒരു അഭ്യർത്ഥനയാണ്, ഇനിയൊരവസരം നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചു കൊള്ളണമെന്നില്ല. ഒരവസരം നമ്മുടെ ജീവിതത്തിൽ നന്മകൾക്ക് ചിന്തിക്കാനും ആ ചിന്തിച്ചതുപോലെ പ്രാവർത്തികമാക്കാനുമുള്ളൊരു ആയുസ്, ആരോഗ്യം, ഒരവസരം നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഈ വരാനിരിക്കുന്ന ദുൽഹിജ്ജിനെ നന്മയോടെ വരവേൽക്കാനും ആ ദുൽഹിജ്ജ 1 മുതൽ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കാനുള്ള ഒരു മാനസികാവസ്ഥ രൂപപ്പെടുത്താനും വിശ്വാസികളായ നമുക്ക് സാധിക്കണമെന്ന ഒരു അഭ്യർത്ഥന ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിശ്ചയിച്ചൊരു ആയുസ്സുണ്ട്. അതിനിടക്കൊക്കെ ഒടുങ്ങിപ്പോവാണ് നമ്മൾ, അല്ലേ? നമുക്ക് മുമ്പ് ജീവിച്ച ഒരുപാട് ആളുകൾ 950 1000 വർഷങ്ങൾക്ക് ജീവിച്ചിട്ടുണ്ട്. പക്ഷെ ആ ജീവിതകാലത്തിനിടക്ക് അവർക്ക് സമ്പാദിക്കാൻ കഴിയാത്ത ഒരുപാട് നന്മകൾ, ചെറിയ നന്മകൾ കൊണ്ട് വലിയ പ്രതിഫലങ്ങൾ നേടാൻ കഴിയുന്ന അവസരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ നൽകി. അതിൽപ്പെട്ട ഏറ്റവും നല്ല ഒരു സുവർണ അവസരമാണ് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ദിവസങ്ങളെ ഈ ആയുസ് ഒടുങ്ങുന്നതിന് മുമ്പ് ഒന്ന് ശേഖരിക്കാൻ, ആ ദുൽഹിജ്ജ മാസത്തിലെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളുടെ പുണ്യങ്ങൾ നേടാൻ സുന്നത്ത് നോമ്പുകൾ കൊണ്ടും ചെറുതും വലുതുമായ സ്വദഖാത്തുകൾ കൊണ്ടും ദിക്ർ, ദുആ, സ്വലാത്തുകൾ കൊണ്ടും ഖുർആൻ പാരായണങ്ങൾ കൊണ്ടും നന്മകൾ പ്രവർത്തിച്ചുകൊണ്ടും അതിനെ പുനർജനിപ്പിക്കാൻ, പ്രയോജനപ്രദമാക്കി മാറ്റാൻ വിശ്വാസികളായ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ട വിശ്വാസികളെ, ഏറ്റവും ഫളാഇൽ കൽപ്പിക്കപ്പെടുന്ന ദുൽഹിജ്ജന്റെ ആദ്യത്തെ 10 ദിനങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ പ്രവേശനം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കലിമത്തുകൾ കൊണ്ട് വരവേൽക്കാൻ സാധിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, മാമിൻ അയ്യാമിൻ, ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങൾ എന്ന് പറയുന്നത് അഅ്ലമു ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ പക്കൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളാണ്, ഏറ്റവും ഉന്നതമായ ദിവസങ്ങളാണ്. വലാ അഹബ്ബു ഇലൈഹി മിനൽ അമലി ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാമിൽ അശർ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് ഏറ്റവും പ്രിയമുള്ള ആ ദിനങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിന് ഏറ്റവും ശ്രേഷ്ഠകരമായ നന്മകൾ ജീവിതത്തിലേക്ക് സ്വീകരിക്കുക. ഫഅക്സിറൂ ഫീഹിന്ന. അതുകൊണ്ട് തന്നെ ആ 10 ദിനങ്ങളിൽ നിങ്ങൾ ധാരാളമായി വർദ്ധിപ്പിക്കുക. മിനത് തഹ്ലീലി വൽ തക്ബീരി വതഹ്മീദി അഹബ്ബുൽ കലാമി ഇലല്ലാഹി അർബഉൻ. അള്ളാഹുവിൻ്റെ പക്കൽ 4 കലാമുകൾ ഏറ്റവും ഇഷ്ടം സമ്പാദിക്കാൻ കഴിയുന്നതാണ്. സുബ്ഹാനല്ലാഹ്, വൽഹംദുലില്ലാഹ്, വലാ ഇലാഹ ഇല്ലല്ലാഹ്, വല്ലാഹു അക്ബർ. അതുകൊണ്ട് തന്നെ ദുൽഹിജ്ജ് 10ലേക്ക് പ്രവേശിക്കുമ്പോൾ ആ കലിമത്തുകൾ നമ്മുടെ നാവിലൂടെ ധാരാളമായി ചലിപ്പിക്കപ്പെടേണ്ടതുണ്ട്. ധാരാളമായി സ്വദഖാത്തുകൾ നൽകാൻ, ധാരാളമായിട്ടുള്ള സുന്നത്ത് നോമ്പുകൾ വർദ്ധിപ്പിക്കാൻ, സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കാൻ വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. അതാണ് പരിശുദ്ധ ഇസ്ലാം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത്. ഏറ്റവും പുണ്യകരമായ
അള്ളാഹുവിങ്കൽ സ്വീകാര്യമായ ദിനങ്ങൾ എന്ന നിലക്ക് ആത്മാർത്ഥമായ തൗബ വർദ്ധിപ്പിക്കുക. കഴിവിൻ്റെ പരമാവധി ചെറുതും വലുതുമായ നന്മകളിൽ മുന്നേറാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. ധാരാളമായി ഖുർആൻ പാരായണങ്ങൾ അധികരിപ്പിക്കുക. അതുപോലെ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കുക. പാവപ്പെട്ട മിസ്കീനുകളായ യതീമുകളായ ആളുകളെ ധാരാളമായി സഹായിക്കുകയും അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യുക. നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനും മുൻപന്തിയിലേക്ക് കടന്നു വരിക. ജമാഅത്ത് നിസ്കാരം നമ്മൾ നിർവഹിക്കുന്നുണ്ട്, പക്ഷെ ആ നിസ്കാരങ്ങളിൽ ഒന്നും കൂടി ഒരു കൃത്യത കൊണ്ടുവരാൻ ഈ പുണ്യാർദ്രമായ ദുൽഹിജ്ജിൻ്റെ ആദ്യത്തെ 10 ദിനങ്ങളിൽ കൂടി നമുക്ക് സാധിക്കണമെന്നാണ് പരിശുദ്ധ ഇസ്ലാം പ്രിയപ്പെട്ടവരെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ആ രൂപത്തിൽ എല്ലാ നിലക്കും അള്ളാഹുവിൻ്റെ തൃപ്തി കണ്ടെത്താൻ നമുക്ക് കഴിയണം. ഒപ്പം നമ്മുടെ നാവിനെ നമ്മൾ അടക്കി നിർത്തേണ്ട സമയം കൂടിയാണ്. നാവാണ് ഏറ്റവും വലിയ ഫിത്ന. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ ഒരുപാട് നന്മകൾ പഠിപ്പിച്ചു കൊടുത്തു. ഈ നന്മകളൊക്കെ പഠിപ്പിച്ചു കൊടുത്ത ശേഷം അള്ളാഹുവിൻ്റെ ഹബീബ് പ്രവാചകൻ്റെ നാവൊന്ന് പുറത്തിട്ടിട്ട് പറഞ്ഞു, മുആദ്, നീ ഇതിനെ സൂക്ഷിക്കണം കേട്ടോ. ഇപ്പം ഞാൻ നിനക്ക് സ്വർഗത്തിലേക്ക് കാണിച്ചു തന്ന എല്ലാവിധ വഴികളും നന്മകളുമില്ലേ, അതിനെ എല്ലാത്തിനെയും തടഞ്ഞു നിർത്താൻ കഴിയുന്ന, നശിപ്പിക്കാൻ കഴിയുന്ന ഒരു വസ്തുവാണ് കേട്ടോ ഇത്. അപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, പ്രവാചകരെ, ഈ നാവ് കൊണ്ട് ഞാൻ ചെയ്യുന്ന നന്മകൾ നഷ്ടമാകുമെന്നാണോ താങ്കൾ പഠിപ്പിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ നൽകിയാണ്, അല്ലയോ മുആദ്, താങ്കൾക്ക് എന്താണ് പറ്റിയത്? ഇതാണ് മനുഷ്യരെ മുഴുവനും നരകത്തിലേക്ക് വലിച്ചെറിയാൻ കാരണമാകുന്നതെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഈ നാവാണ് നരകത്തിൻ്റെ പ്രവേശനത്തിന് കാരണമാകുന്നത് എന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ നാവിനെ വളരെയധികം സൂക്ഷ്മതയോടുകൂടി കൊണ്ടു നടക്കാൻ വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് സാധിക്കണം. പ്രത്യേകിച്ചും ഈ വരാനിരിക്കുന്ന പരിശുദ്ധ ദുൽഹിജ്ജിൻ്റെ ആദ്യത്തെ പുണ്യാർദ്രമായ ദിനങ്ങളിൽ ആ നാവിന് കടിഞ്ഞാണിടാൻ നമുക്ക് സാധിക്കണം. ആ രൂപത്തിലാണെങ്കിൽ ആ ദിനങ്ങളെ പ്രയോജനപ്പെടുത്താനും അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിരിക്കുന്ന വിശാലമായ, സുന്ദരമായ, സന്തോഷകരമായ സ്വർഗത്തിലേക്കുള്ള പ്രയാണം എളുപ്പമാക്കി തീർക്കാൻ നമുക്ക് സാധ്യമാകുന്നതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇൻഷാ അല്ലാഹ് 2-3 ദിവസങ്ങൾ കൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് ദുൽഹിജ്ജ മാസത്തിൽ 1 നമ്മൾ പ്രവേശിക്കും. ഉളുഹിയത്തിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ള ആളുകൾ ഇപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു, ഇദാ റഅയ്തുമുൽ ഹിലാല ദിൽഹിജ്ജ, നിങ്ങളിൽ ആരെങ്കിലും ദുൽഹിജ്ജ മാസത്തിൻ്റെ ഹിലാല്, മാസപ്പിറവി കാണുകയാണെങ്കിൽ, വ അറാദ അഹദുക്കും അയ്യുളഹിയ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉളുഹിയത്ത് അറുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവരെന്ത് ചെയ്യട്ടെ, അവരുടെ മുടിയും നഖങ്ങളും വെറുതെ വിടട്ടെ എന്നാണ്. നന്ന മുറിക്കാൻ പാടില്ല. അപ്പം അങ്ങനെ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ ദുൽഹിജ്ജ് 1 പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യുക, അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ക്ലീനാക്കി വെക്കുക. ആ രൂപത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന എല്ലാവിധ നന്മകളും, ചെറുതും വലുതുമായ നന്മകൾ നമ്മുടെ ജീവിതത്തിനോട് കൂട്ടിച്ചേർക്കാൻ പരിശ്രമിക്കുന്ന മുത്തഖീങ്ങളിൽ, മുവഹിദീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, നാടൊരുകൂട്ട നരകത്തിലേക്ക് മറ്റൊരു കൂട്ട സ്വർഗത്തിലേക്ക് മാനയിക്കപ്പെടുമ്പോൾ സ്വർഗാവകാശികളായ മുത്തഖീങ്ങളിൽ, മുവഹിദീങ്ങളിൽ ഞങ്ങളേവരും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നീ നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ, വിശ്വാസികൾ, ഞങ്ങളുടെ നേതാക്കന്മാർ, പണ്ഡിതന്മാർ, പ്രബോധകന്മാർ, അവരുടെ എല്ലാവരുടെയും കബറിടങ്ങൾ നീ വിശാലമാക്കണേ റബ്ബേ. ആ കബറിടത്തിൽ നീ പ്രകാശം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. അവരെയും ഞങ്ങളെയും അനന്തവിശാലമായ സന്തോഷകരമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റബ്ബേ. അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ ശാരീരിക രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അവരുടെ എല്ലാവിധ വേദനകളും പ്രയാസങ്ങളും നീ ദൂരീകരിക്കണേ റബ്ബേ. അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ
അല്ലെങ്കിൽ ചെറുതും വലുതുമായ കടബാധ്യതകൾ കൊണ്ട്, സാമ്പത്തികമായ ഞെരുക്കങ്ങൾ കൊണ്ട് എല്ലാവിധ ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന പല ആളുകളുമുണ്ട്. അവർക്ക് നീ എളുപ്പം പ്രദാനം ചെയ്യണേ റബ്ബേ. അവരുടെ മനസ്സിന് നീ സാന്ത്വനം നൽകണേ റബ്ബേ. ഔദാര്യവാനായ റബ്ബേ, നിന്റെ ഔദാര്യത്തിൽ നിന്നും അവരനുഭവിക്കുന്ന കടബാധ്യതകൾ വീട്ടാനുള്ള ഒരു മാനസികാവസ്ഥ അവരിലേക്ക് ഇട്ടുകൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക സമീഉൻ ഖരീബുൻ മുജീബുദ് ദഅവാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداء الدين وانصر عبادك الموحدين. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم. اللهم انصر من نصر الدين وخذل من حذل الإسلام والمسلمين. ربنا أفرغ علينا صبرا وثبت أقدامنا وانصرنا على القوم الكافرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين ورحمتك يا أرحم الراحمين.